പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള സർക്കാർ സ്ഥാപനങ്ങളിൽ ഇന്റർവ്യൂ വഴി ജോലി നേടാൻ ഉദ്യോഗാർത്ഥികൾക്ക് അവസരം. കേരള സർക്കാർ ഉടമസ്ഥതയിലുള്ള പൊതുമേഖലാ സ്ഥാപനമായ കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡിന് കീഴിലുള്ള സ്ഥാപനങ്ങളിലേക്കാണ് ഇന്റർവ്യൂ വഴി നിയമനം നടത്തുന്നത്. സ്റ്റോർ കീപ്പർ ഉൾപ്പെടെയുള്ള വിവിധ തസ്തികകളിലാണ് വേക്കൻസികൾ വന്നിട്ടുള്ളത്. 8ാം ക്ലാസ്, 9ാം ക്ലാസ്, +2, ITI, ഡിഗ്രി, PG, BTech തുടങ്ങിയ വിവിധ വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്നതും എക്സ്പീരിയൻസ് ആവശ്യമില്ലാത്തതുമായ തസ്തികകൾ ഇതിലുണ്ട്. അതുപോലെ തന്നെ 50 വയസ്സ്, 45 വയസ്സ് തുടങ്ങിയ ഉയർന്ന പ്രായപരിധി പറഞ്ഞിട്ടുള്ള തസ്തികകളും ഇതിലുണ്ട്. നമുക്ക് ഓരോ തസ്തികയെക്കുറിച്ചുമുള്ള വിശദ വിവരങ്ങൾ അറിയാം. വീഡിയോ മുഴുവനായി കാണുക. അതുപോലെ തന്നെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. ഇനി ഒഴിവുകൾ വന്നിട്ടുള്ള തസ്തികകൾ ഏതൊക്കെയെന്നും ഓരോ തസ്തികയ്ക്കും വേണ്ട യോഗ്യത, പ്രായപരിധി, ശമ്പളം, ഇന്റർവ്യൂ നടക്കുന്ന ഡേറ്റ്, സ്ഥലം, സമയം തുടങ്ങിയ വിവരങ്ങൾ വിശദമായി അറിയാം. കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡിന് കീഴിലുള്ള ഹില്ലി അക്വ വാട്ടർ ബോട്ട്ലിംഗ് പ്ലാന്റ്സിലേക്കാണ് വിവിധ തസ്തികകളിൽ ഇന്റർവ്യൂ വഴി നിയമനം നടത്തുന്നത്. ഹില്ലി അക്വ വാട്ടർ ബോട്ട്ലിംഗ് പ്ലാന്റ്സിന്റെ എറണാകുളം ജില്ലയിലെ ആലുവ, ഇടുക്കി ജില്ലയിലെ കട്ടപ്പന എന്നിവിടങ്ങളിലെ സ്ഥാപനങ്ങളിലാണ് വേക്കൻസികൾ വന്നിട്ടുള്ളത്. നമുക്കിനി ഓരോ തസ്തികകളെ കുറിച്ച് നോക്കാം. ആദ്യത്തെ തസ്തിക പ്ലാൻ മാനേജർ തസ്തികയാണ്. ഈ തസ്തികയ്ക്ക് വേണ്ട വിദ്യാഭ്യാസ യോഗ്യതയായി പറഞ്ഞിട്ടുള്ളത് BTech ഓർ BE ഓർ AMIE ഇൻ മെക്കാനിക്കൽ. അതുപോലെ തന്നെ ഏതെങ്കിലും ഫീൽഡിലുള്ള MBA യോഗ്യതയുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും. കൂടാതെ ബന്ധപ്പെട്ട മേഖലയിലുള്ള 3 വർഷത്തെ എക്സ്പീരിയൻസ് ഡിസൈറബിൾ ക്വാളിഫിക്കേഷനായാണ് പറഞ്ഞിട്ടുള്ളത്. അപേക്ഷിക്കാനുള്ള ഉയർന്ന പ്രായപരിധി 50 വയസ്സാണ്. 2026 ജനുവരി 1 അടിസ്ഥാനമാക്കിയാണ് എല്ലാ തസ്തികകളിലേക്കുമുള്ള പ്രായപരിധി കണക്കാക്കുന്നത്. അടുത്ത തസ്തിക കെമിസ്റ്റ് തസ്തികയാണ്. ഈ തസ്തികയ്ക്ക് വേണ്ട വിദ്യാഭ്യാസ യോഗ്യത MSc കെമിസ്ട്രി ആണ്. അതുപോലെ തന്നെ ക്വാളിറ്റി കൺട്രോൾ ഫീൽഡിലുള്ള എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണനയുണ്ടായിരിക്കും. അപേക്ഷിക്കാനുള്ള ഉയർന്ന പ്രായപരിധി 35 വയസ്സ് വരെയാണ്. അടുത്തത് മൈക്രോബയോളജിസ്റ്റ് തസ്തികയാണ്. ഈ തസ്തികയ്ക്ക് വേണ്ട വിദ്യാഭ്യാസ യോഗ്യത MSc മൈക്രോബയോളജി ആണ്. കൂടാതെ ക്വാളിറ്റി കൺട്രോൾ ഫീൽഡിലുള്ള എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണനയുണ്ടായിരിക്കും. അപേക്ഷിക്കാനുള്ള ഉയർന്ന പ്രായപരിധി 35 വയസ്സാണ്. അടുത്തത് സ്റ്റോർ കീപ്പർ തസ്തികയാണ്. ഈ തസ്തികയ്ക്ക് വേണ്ട വിദ്യാഭ്യാസ യോഗ്യത ഡിഗ്രി ഇൻ സയൻസ് ഓർ കൊമേഴ്സ്. കൂടാതെ എക്സ്പീരിയൻസ് കൂടി പറഞ്ഞിട്ടുണ്ട്. മിനിമം 3 years എക്സ്പീരിയൻസ് ഇൻ മാനേജിംഗ് സ്റ്റോർസ് ഓർ സെയിൽസ് ഇൻ എ മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രി ഓർ ഇൻ എ റെപ്യൂട്ടഡ് സെയിൽസ് ഓർ ഡിസ്ട്രിബ്യൂഷൻ ഫേം. അപേക്ഷിക്കാനുള്ള ഉയർന്ന പ്രായപരിധി 45 വയസ്സാണ്. അടുത്തത് ഫോർക്ക് ലിഫ്റ്റ് ഓപ്പറേറ്റർ തസ്തികയാണ്. ഈ തസ്തികയ്ക്ക് വേണ്ട വിദ്യാഭ്യാസ യോഗ്യത +2 അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയാണ്. കൂടാതെ ലൈറ്റ് ഓർ മീഡിയം ടൈപ്പ് വെഹിക്കിൾസ് ഓപ്പറേറ്റ് ചെയ്യാനുള്ള വാലിഡ് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഫോർക്ക് ലിഫ്റ്റ് ഓപ്പറേറ്റിംഗിലുള്ള എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണനയുണ്ടായിരിക്കും. ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള ഉയർന്ന പ്രായപരിധി 45 വയസ്സാണ്. അടുത്തത് ഓപ്പറേറ്റർ തസ്തികയാണ്. ഈ തസ്തികയ്ക്ക് വേണ്ട വിദ്യാഭ്യാസ യോഗ്യത ITI ഇൻ മെക്കാനിക്കൽ ഓർ ഫിറ്റർ ഓർ ഇലക്ട്രിക്കൽ ഫ്രം എ റെക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ. കൂടാതെ ബന്ധപ്പെട്ട മേഖലയിലുള്ള എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണനയുണ്ടായിരിക്കും. അപേക്ഷിക്കാനുള്ള ഉയർന്ന പ്രായപരിധി 45 വയസ്സ് തന്നെയാണ്. അടുത്തത് വർക്കർ തസ്തികയാണ്. ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ വേണ്ട വിദ്യാഭ്യാസ യോഗ്യത 9ാം ക്ലാസ് വിജയം അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയാണ്. അതുപോലെ തന്നെ ഉദ്യോഗാർത്ഥി ഫിസിക്കലി ഹെൽത്തി ആയിരിക്കണം ആൻഡ് വില്ലിംഗ് ടു ഡു ഓൾ ടൈപ്സ് ഓഫ് ജനറൽ വർക്ക്സ് ലൈക്ക് പ്രൊഡക്റ്റ് ഹാൻഡ്ലിംഗ്, സ്റ്റാക്കിംഗ്, അസിസ്റ്റിംഗ് ഇൻ പ്ലാന്റ് ഓപ്പറേഷൻ, ലോഡിംഗ് ഇൻ ട്രക്സ് എക്സെട്ര. അപേക്ഷിക്കാനുള്ള പ്രായപരിധി 45 വയസ്സ് വരെയാണ്. അടുത്തത് സ്വീപ്പർ തസ്തികയാണ്. ഈ തസ്തികയ്ക്ക് അപേക്ഷിക്കാൻ വേണ്ട വിദ്യാഭ്യാസ യോഗ്യത 8ാം ക്ലാസ് വിജയം അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയാണ്. കൂടാതെ ഉദ്യോഗാർത്ഥി ഫിസിക്കലി ഹെൽത്തി ആയിരിക്കണം. അതുപോലെ തന്നെ എല്ലാ തരത്തിലുള്ള ജനറൽ വർക്കുകളും ചെയ്യാൻ തയ്യാറുമായിരിക്കണം. സ്വീപ്പർ തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള ഉയർന്ന പ്രായപരിധി 45 വയസ്സ് വരെയാണ്. ഇനി ഓരോ തസ്തികയിലേക്കും ഇന്റർവ്യൂ നടക്കുന്ന ഡേറ്റും സമയവും നോക്കാം. ഓപ്പറേറ്റർ തസ്തികയിലേക്കുള്ള ഇന്റർവ്യൂ നടക്കുന്നത് 2026 ഫെബ്രുവരി 25 രാവിലെ 10:30 എൻട്രി ടൈം 10 മണി മുതൽ 11 മണി വരെയാണ്. കെമിസ്റ്റ് തസ്തികയിലേക്കുള്ള ഇന്റർവ്യൂ നടക്കുന്നത് 2026 ഫെബ്രുവരി 26 രാവിലെ 10:30 എൻട്രി ടൈം 10 മണി മുതൽ 11 മണി വരെയാണ്. മൈക്രോബയോളജിസ്റ്റ് തസ്തികയിലേക്കുള്ള ഇന്റർവ്യൂ നടക്കുന്നത് ഫെബ്രുവരി 26 ഉച്ചയ്ക്ക് 12 മണിക്കാണ്. എൻട്രി ടൈം 11:30 മുതൽ 12:30 വരെയാണ്. പ്ലാൻ മാനേജർ തസ്തികയിലേക്കുള്ള ഇന്റർവ്യൂ നടക്കുന്നത് ഫെബ്രുവരി 26 ഉച്ചയ്ക്ക് 1:30 എൻട്രി ടൈം ഉച്ചയ്ക്ക് 1:30 മുതൽ 2:30 വരെയാണ്. വർക്കർ തസ്തികയിലേക്കുള്ള ഇന്റർവ്യൂ നടക്കുന്നത് 2026 ഫെബ്രുവരി 27 രാവിലെ 10:30 എൻട്രി ടൈം 10 മണി മുതൽ 11 മണി വരെയാണ്. സ്വീപ്പർ തസ്തികയിലേക്കുള്ള ഇന്റർവ്യൂ നടക്കുന്നത് 2026 ഫെബ്രുവരി 27 ഉച്ചയ്ക്ക് 1:30
എൻട്രി ടൈം ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെയാണ്. സ്റ്റോർ കീപ്പർ തസ്തികയിലേക്കുള്ള ഇന്റർവ്യൂ നടക്കുന്നത് 2026 ഫെബ്രുവരി 28 രാവിലെ 10:30 എൻട്രി ടൈം രാവിലെ 10 മണി മുതൽ 11 മണി വരെയാണ്. ഫോർക്ക് ലിഫ്റ്റ് ഓപ്പറേറ്റർ തസ്തികയിലേക്കുള്ള ഇന്റർവ്യൂ നടക്കുന്നത് 2026 ഫെബ്രുവരി 28 ഉച്ചയ്ക്ക് 1:30 എൻട്രി ടൈം ഉച്ചയ്ക്ക് 1:30 മുതൽ 2:30 വരെയാണ്. ഈ തസ്തികയിലേക്കെല്ലാം ഇന്റർവ്യൂ നടക്കുന്ന സ്ഥലം ഓഫീസ് ഓഫ് ദ മാനേജിംഗ് ഡയറക്ടർ, കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ്, ജലഭവൻ, നിയർ കേരള വാട്ടർ അതോറിറ്റി ഹെഡ്ക്വാർട്ടേഴ്സ്, വെള്ളയമ്പലം, തിരുവനന്തപുരം 695033. ഇതിലേക്ക് സെലക്ട് ചെയ്യപ്പെടുന്ന ഉദ്യോഗാർത്ഥികളെ കരാറടിസ്ഥാനത്തിലാണ് നിയമനം നടത്തുന്നത്. ഇനി ഓരോ തസ്തികയ്ക്കുമുള്ള പ്രതിമാസ ശമ്പളം നോക്കാം. പ്ലാൻ മാനേജർ തസ്തികയ്ക്ക് 35,000 രൂപയാണ് പ്രതിമാസം ശമ്പളമായി നൽകുന്നത്. കെമിസ്റ്റ്, മൈക്രോബയോളജിസ്റ്റ്, സ്റ്റോർ കീപ്പർ എന്നീ തസ്തികകളിലേക്ക് സെലക്ട് ചെയ്യപ്പെടുന്നവർക്ക് പ്രതിമാസം 22,500 രൂപയാണ് ശമ്പളമായി ലഭിക്കുന്നത്. ഓപ്പറേറ്റർ, ഫോർക്ക് ലിഫ്റ്റ് ഓപ്പറേറ്റർ എന്നീ തസ്തികകളിലേക്ക് സെലക്ട് ചെയ്യപ്പെടുന്നവർക്ക് 18,000 രൂപയാണ് പ്രതിമാസ ശമ്പളം. വർക്കർ, സ്വീപ്പർ എന്നീ തസ്തികകളിലേക്ക് സെലക്ട് ചെയ്യപ്പെടുന്നവർക്ക് 13,000 രൂപയാണ് പ്രതിമാസ ശമ്പളമായി ലഭിക്കുന്നത്. താൽപര്യമുള്ള യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ബയോഡാറ്റയും പ്രായം, യോഗ്യത, എക്സ്പീരിയൻസ് എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ ഒറിജിനലും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതം ഇന്റർവ്യൂവിന് നിശ്ചിത സമയത്ത് ഹാജരാകേണ്ടതാണ്. കേരള PSC, SSC തുടങ്ങിയ വിവിധ മത്സര പരീക്ഷകൾക്കും ഇന്റർവ്യൂവിനും തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പ്രിപ്പയർ ചെയ്യാൻ ഉപകരിക്കുന്ന ബുക്സ് ഈ വീഡിയോടൊപ്പം ടാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ഓൺലൈനായി പർച്ചേസ് ചെയ്യാവുന്നതാണ്. താല്പര്യമുള്ള യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക. 2026 ഫെബ്രുവരി 25 മുതൽ 28 വരെയുള്ള ദിവസങ്ങളിലായാണ് ഇന്റർവ്യൂ നടക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമെന്ന് തോന്നിയാൽ ഇനിയും ഇതുപോലുള്ള ജോലി സംബന്ധമായ വിവരങ്ങൾ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വിവരം മറ്റുള്ളവരിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക.